ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിന് വരാൻ പറ്റിയില്ല, നല്ല കോൾഡായിരുന്നു. ഇപ്പോൾ ഒന്ന് റിക്കവറായി വരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവസാന മണിക്കൂറിൽ ഇന്ന് നിഫ്റ്റി ശക്തമായിട്ടുള്ള ഒരു റാലി 300 പോയിൻ്റ് റിക്കവറിയാണ് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ അതിഭീകരമായ രീതിയിൽ മാർക്കറ്റ് റിക്കവറി ആയത് കാണാൻ സാധിക്കും. ഓപ്പണിംഗ് റേഞ്ച് ഗ്യാപ് ഡൗൺ 24,354 ലോ, പിന്നീട് ഒരു റോക്കറ്റ് പോലെ നിഫ്റ്റി ഉയർന്ന് 24,626 നല്ല രീതിയിലുള്ള റിക്കവറി നടത്തി. എന്താ ഈ റിക്കവറിക്ക് കാരണം? പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഇന്ന് നിഫ്റ്റിയുടെ റിക്കവറിക്ക് ഉണ്ടായിരുന്നത്. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള 50% ഒരു താരിഫിൽ പ്രശ്നത്തിലായ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ റിക്കവറിക്ക് കാരണമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് റിലയൻസിൻ്റെയും HDFC ബാങ്കിൻ്റെയും റിക്കവറിയാണ്. രണ്ടാമത് ഈ US പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തും എന്നുള്ളൊരു ന്യൂസ് വന്നു. കൂടാതെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും എന്നുള്ള ഒരു ന്യൂസും ഉണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റിലെ ഒരു റിക്കവറി ഉണ്ടാവാനായിട്ടുള്ളൊരു മേജർ റീസൺ. കൂടാതെ ഫെസ്റ്റിവൽ സീസൺ കാരണം ഹീറോ മോട്ടോ കോർപ്പും ബജാജ് ഓട്ടോയും പോസിറ്റീവിലാണ് ഉണ്ടായിരുന്നത്. NSTL ലിസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് 20% അപ്പർ സർക്യൂട്ട് പോയി 22,000 കോടി മാർക്കറ്റ് ക്യാപ്പ് പിന്നിട്ടു. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ ഇന്നുള്ള ഒരു പോസിറ്റിവിറ്റിക്ക് കാരണം. ഈ ട്രംപിൻ്റെ 50% ഒരു താരിഫിൽ ഈ ടെക്സ്റ്റൈൽ മേഖല ഇന്നും പ്രശ്നത്തിലാണുള്ളത്. കിറ്റക്സ് 5% ലോവർ സർക്യൂട്ട്, കൂടാതെ തന്നെ KPR മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്ട് തുടങ്ങിയ ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ട്. ഈ ഒരു പ്രശ്നത്തിനൊന്നും പരിഹാരമായിട്ടില്ല. മാർക്കറ്റ് റിക്കവറി ആയെന്ന് കരുതി ഈ പ്രശ്നം എന്താണോ നമ്മളുടെ പ്രശ്നം ഉള്ളത് അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഇനി ചർച്ചകൾ നടത്തണം. ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം താറുമാറായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അതെല്ലാം തന്നെ റിക്കവറി ആയാൽ മാത്രമാണ് ഇന്ത്യയുടെ എക്കണോമിക് ഡേറ്റ ഈ കഴിഞ്ഞ ഇന്നലെയായിരുന്നു നമ്മുടെ GDP ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത്. അത് സ്റ്റേബിളായ രീതിയിലാണ് നിലനിർത്തിയത്. അപ്പോൾ അത് നമുക്ക് കൈവരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോകോർപ്പ്, ടെക്കം, JSW സ്റ്റീൽ, IT കമ്പനിയായിട്ടുള്ള വിപ്രോ, എറ്റേണൽ തുടങ്ങിയ കമ്പനീസാണ്. ഹീറോ മോട്ടോകോർപ്പ് കാണാം 4.15% റാലി ഉണ്ടായിരുന്നു. അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, ട്രെൻഡ്, ടാറ്റ മോട്ടേഴ്സ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് ഇടിവിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ITR ഫയൽ ചെയ്യാറായിട്ടുണ്ട്. ITR FNO ചെയ്യുന്ന ആളുകളും ട്രേഡ് ചെയ്യുന്ന ആളുകളും ITR കൃത്യമായിട്ട് തന്നെ ഫയൽ ചെയ്യുക. കാരണം നമുക്ക് ഈ വർഷം ഉണ്ടായ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റായിട്ട് നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റാണ്. ബിസിനസ് ചെയ്യാനായിട്ടും ലോൺ എടുക്കാനായിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ITR ഉപയോഗപ്പെടുത്താം. അപ്പം നമ്മളായിട്ട് ITR ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഡീറ്റെയിൽ കൊടുക്കാം. ടാക്സ് കൺസൾട്ടൻറ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾ പുറത്ത് എവിടെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് തന്നെ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് ഫയൽ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും അവെയറാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ AVS അസോസിയേറ്റ് എന്ന് പറഞ്ഞ ടാക്സ് കൺസൾട്ടൻറ്റ് കോൺടാക്റ്റ് ചെയ്യും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ടൈറ്റാൻ നെറ്റ് പ്രോഫിറ്റ് 52% ഇയർ ഓൺ ഇയർ ഉയർന്നു. എസ്റ്റിമേഷനോടൊത്ത് തന്നെ അല്ലെങ്കിൽ എസ്റ്റിമേഷന് മുകളിൽ പ്രോഫിറ്റ് കൈവരിച്ചു. നാൽക്കോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 78% ഉയർന്ന് 1,049 കോടി രൂപ കരസ്ഥമാക്കി. കല്യാൺ ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 49% ഉയർന്ന് 264 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. മെഡി അസിസ്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഉയർന്ന് 22% കരസ്ഥമാക്കി. കൽപാത്ര പവർ നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 2 മടങ്ങ് വർദ്ധിച്ചു. ക്രോപ്റ്റൺ ഗ്രേവ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഡിക്ലൈനാണ് ഈ തവണ ഉണ്ടായിട്ടുള്ളത്. സൺ TV നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞു. ഗ്ലോബൽ ഹെൽത്ത് നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. റവന്യൂ 20% ഉയർന്നു. രാംകോ സിമെൻറ്റ് 35 നിന്ന് 86 പ്രോഫിറ്റ് ഉയർത്തി.
അപ്പോളോ ടയർ 302 നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കുമിൻസ് ഇന്ത്യ 420 നിന്ന് 590 പ്രോഫിറ്റ് വർദ്ധിച്ചു. സബ്രോസ് കമ്പനി 35 നിന്ന് 40 പ്രോഫിറ്റ് ഉയർന്നു. LIC നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 10,957 കോടി രൂപ കരസ്ഥമാക്കി. HPCL 3,350 നിന്ന് 4,370 പ്രോഫിറ്റ് ഉയർന്നു. സി ഇൻഫോ കമ്പനി 35 നിന്ന് 46 പ്രോഫിറ്റ് ഉയർന്നു. ലിൻഡ ഇന്ത്യ കമ്പനി 114 നിന്ന് 107 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. മെട്രോപോളിസ് ലാബ് കമ്പനി 37 നിന്ന് 45 പ്രോഫിറ്റ് ഉയർന്നു. സൈഡസ് ലൈഫ് പുതിയ മെഡിസിന് യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. GSFC കമ്പനി പ്രോഫിറ്റ് 87 നിന്ന് 158 ഉയർന്നു. KSP കമ്പനി 68 നിന്ന് 72 പ്രോഫിറ്റ് ഉയർത്തി. ഗോദ്രേജ് കൺസ്യൂമർ 451 നിന്ന് 452 പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റായ നിലയിലാണ് പ്രോഫിറ്റുകൾ ഉള്ളത്. നിലവിലെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഈ ഒരു വ്യാപാര ബന്ധം US-ആയി വളരെ റീസെൻ്റായിട്ട് കരാറിലേർപ്പെട്ട മറ്റേത് രാജ്യത്തേക്കാൾ കൂടുതൽ വേഴ്സ്റ്റായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയായിട്ടുള്ള പ്രശ്നം നിൽക്കുന്നത്. കാരണം US-ഉം യൂറോപ്പും തമ്മിലുള്ള രമ്യതയിലെത്തി, യൂറോപ്പും ജപ്പാനും രമ്യതയിലെത്തി, യൂറോപ്പും കാനഡയിലും രമ്യതയിലെത്തി. ചൈനയായിട്ട് വലിയ തുല്യ ശക്തികളായതുകൊണ്ട് തന്നെ അത് ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇന്ത്യയായിട്ട് ഉള്ള പ്രശ്നം നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ആണ് പ്രത്യക്ഷത്തിലുള്ളത്. പക്ഷേ അമേരിക്കക്ക് ഇന്ത്യയിലേക്ക് എല്ലാ മേഖലയിലേക്കും, ഇപ്പോൾ കാർഷിക മേഖലയെ ഉൾപ്പെടെ മിൽക്ക് ഡെയറി പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് അമേരിക്കയുടെ വ്യക്തമായിട്ടുള്ളൊരു ആവശ്യം. അത് എത്രമാത്രം ഇന്ത്യക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എല്ലാം നല്ലതിനാക്കി വരട്ടെ, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകട്ടെ എന്ന് പ്രത്യാശിക്കാം. താങ്ക് യു.